മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് കാണാം. അന്നത്തെ ദിവസമാണ് പിശാചുക്കളെ മുഴുവനും തടയിടപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തോടുകൂടെ ജനനത്തോടുകൂടെ പിശാചുക്കൾക്ക് മുഴുവനും തടസ്സം വന്നുപോയി. അവരെ കാര്യങ്ങളൊന്നും നടക്കാത്ത പരുവത്തിലായി. എന്തേ കാരണം? മുകളിലേക്ക് കയറാൻ വേണ്ടി ഉദ്ദേശിച്ച്, വിവരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിച്ച് മുകളിലേക്ക് കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് നല്ല ഉൽക്കവർഷമുണ്ടായി. പല ശൈത്താന്മാരുടെയും ശരീരത്തിൽ പല ഭാഗങ്ങളും കത്തിക്കരിഞ്ഞുപോയി. അവർ വന്ന് നേതാവിനോട് പറഞ്ഞു, ഇന്ന് ഭൂമിയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നേതാവായ ഇബ്ലീസ് ശൈത്താന് കൂട്ടാളികളോട് പറഞ്ഞു. എല്ലാ ഭാഗത്തേക്കും പോയപ്പോൾ അവർക്ക് വിവരം കിട്ടി, അബ്ദുൽ മുത്തലിബിന്റെ കുടുംബം ഇന്ന് വല്ലാത്ത സന്തോഷത്തിലാണ്. അവിടെ ഒരത്ഭുതകരമായ കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. അത് കേട്ടപ്പോഴാണ് ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു പോയത്. ഇബ്ലീസ് വാവിട്ട് കരഞ്ഞുപോയി. ചരിത്രത്തിൽ ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞ സന്ദർഭങ്ങൾ 4 പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവാർത്ത കേട്ടപ്പോൾ അനുയായികൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? നേതാവ് പറയാണ്, മുകളിലേക്കുള്ള കവാടം മുഴുവനും കൊട്ടിയടക്കപ്പെട്ടു പോയി എന്നതു മാത്രമല്ല, ഈ നബിയുടെ അനുയായികളിൽ എത്ര പിന്തിരിപ്പിച്ചാലും കിട്ടാത്ത കുറെ മഹാരഥന്മാര് വരാനുണ്ട്. മുമ്പുള്ള നബിമാരുടെ അനുയായികളെക്കാൾ കൂടുതൽ ഒരുപാട് സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, വലിയ മഹത്വമുള്ള ആളുകൾ നമ്മൾ എത്ര സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചാലും പതറാത്ത പാദത്തോടെ അവർ ഉറച്ചു നിൽക്കും. ഒരിഞ്ച് മാറൂല. അങ്ങനെ മാറാതെ ഉറച്ചു നിന്ന മഹാന്മാരാണ് ബദരീങ്ങൾ. അവര് മാറിയില്ല. അവർക്ക് ചെറിയ ഒരു സ്വീപ്പ് ഉണ്ടാക്കാൻ പോയി. ബദറിലെത്തിയിട്ട് രാത്രി ഒന്ന് ഉറങ്ങിയിട്ട് സുബഹിക്കണ്ട് എണീറ്റപ്പോ പലർക്കും കുളി നിർബന്ധമായി. വെള്ളമല്ലല്ലോ. അപ്പൊ മനസ്സിൽ ഇങ്ങനെ ഒരു ചെറിയ വിശ്വാസം, ഇങ്ങനെ നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിൽ സത്യത്തിന്റെ വക്താക്കളായിട്ട് കുളിക്കാൻ പോലും വെള്ളമില്ലാത്തൊരവസ്ഥ. നമ്മൾ സത്യത്തിന്റെ പക്ഷത്ത് തന്നെയാണെന്ന് അവർ മനസ്സിൽ നല്ലോണം അങ്ങോട്ട് ഉറപ്പിച്ചപ്പോ അള്ളാഹു നല്ല മഴ നൽകി. ആ നൽകിയതിനെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്, വയുദ്ഹിബഅൻകും റിജ്സ ശൈത്വാനി വലിയർബിത അലാ ഖുലൂബികും വയുസബ്ബിത ബിഹിൽ അഖ്ദാം.